കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത ഷഹദ് അല്പം മുമ്പ് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. അതിനൊരു അപ്ഡേഷൻ ഉണ്ട്. മുക്താർ സ്വദേശി ആസിഫാണ് മരിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. തല കല്ലിനടിയിൽ കുടുങ്ങിയ നിലയിൽ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. ഓടിക്കുന്ന ഒരാളാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടതാ. ഇന്ന് രാവിലെ രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞു. തല ചുറ്റി ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. തല ചുറ്റി വീണതിന് ശേഷം എണീക്കാൻ പറ്റാത്ത കണ്ടീഷനായോ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഏകദേശം രൂപം അറിയാം. ഇവിടെ അറിയുന്ന കക്ഷി തന്നെയാണ്. മിഥില ബാലവരങ്ങൾ മറ്റൊരു മിഥില, ആസിഫ് എന്ന് പറയുന്ന ആൾ എവിടെയുള്ള ആളാണ്? എല്ലാവർക്കും അറിയുന്ന ആളാണോ? എന്ത് പറ്റിയിട്ടുണ്ടാകാമെന്നാണ് നാട്ടുകാരും പറയുന്നത്? മിഥില, അഷ്മി, ഇന്ന് രാവിലെ 6 മണി 6:30 ഇത്തരത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ മൃതദേഹം ഈ പാറക്കെട്ടിൽ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. തല പാറക്കെട്ടിൽ, സൗത്ത് ബീച്ചാണ്, സൗത്ത് ബീച്ചിനോട് ചേർന്നുള്ള പാറക്കെട്ടിൽ കുടുങ്ങിയ നിലയിലായിരുന്നു തല ഉണ്ടായിരുന്നത്. തുടർന്ന് ടൗൺ പോലീസിൽ വിവരം അറിയിച്ചു. ടൗൺ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പ്രാഥമികമായ കാര്യങ്ങൾ, അവർക്ക് ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രാഥമികമായ കാര്യങ്ങൾ ഇപ്പോൾ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്നലെ 10:30 കണ്ടു എന്ന് പറഞ്ഞു. 10:30 ശേഷം രാത്രി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണോ? ഇവിടെ തന്നെ ആയിരുന്നു മൂപ്പര് ഉണ്ടായിരുന്നത്. അതാണ് വിവരമുള്ളത്. വീട്ടിൽ കാണാതായപ്പം ആണ് ഇവിടെ വെച്ചിട്ട് കാണുന്നത്. ഓട്ടോറിക്ഷ പുറത്തുണ്ടായിരുന്നു. എങ്ങനെ ഇവിടെ സജീവമാണോ ആളെ? എങ്ങനെയാണ് ഇവിടെ ആള് ഈവനിങ് എന്തായാലും ഇവിടെ ഉണ്ടാവും. ഇവിടെ ആ ഭാഗത്താണ് ഉണ്ടാവുക. ആസിഫ് എന്നാണ് പേര്. ഇവിടുത്തെ മുൻ KSRTC ജീവനക്കാരൻ അമീത് ഖാൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സയൻറ്റിഫിക് എക്സ്പേർട്സൊക്കെ വന്നിട്ട് ഏത് സാഹചര്യത്തിലാണ്, ചെറിയൊരു തലവിറ്റലിൻ്റെ അങ്ങനൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ബ്ലഡൊക്കെ കാണുന്നതുകൊണ്ട് സയൻറ്റിഫിക് എക്സ്പേർട്സ് വന്നതിൻ്റെ ശേഷം പോസ്റ്റ്മോർട്ടത്തിൽ നടപടി, ഇൻക്വസ്റ്റൊക്കെ പൂർത്തീകരിച്ച് കിടക്കും. ഓക്കെ, തീർച്ചയായും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസൊക്കെ ഇവിടെ ഉണ്ട്. പോലീസ് എത്തി പ്രാഥമികമായ നടപടികൾ, അതായത് ഇൻക്വസ്റ്റ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ഇങ്ങോട്ട് എത്തേണ്ട സാഹചര്യമുണ്ടോ എന്നതുൾപ്പെടെ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തല പാറക്കല്ലിനുള്ളിൽ കുടുങ്ങിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണോ എന്നതുൾപ്പെടെ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ആഷ്മി, ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ചെറിയ തലവിറ്റിലൊക്കെ എന്തോ അങ്ങനെ പറഞ്ഞത്. ഇനി അതെന്താ സംഭവം എന്നറിയില്ല. അത് പോലീസ് പറയട്ടെ. പോലീസാണ് പറയേണ്ടത് എന്താണ് ഉണ്ടായത് എന്നുള്ളത്. എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയുടെ വിവരങ്ങളാണ് മിഥില ബാലൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.